ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കുറേ വീഡിയോ ഇട്ടിട്ട് ഏകദേശം 2 മാസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. സോ നമ്മളിന്നൊരു ഡ്രാഫ്റ്റിൻ്റെ ഓപ്പണിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്കറിയാം ഗൈസ്, ഇനിയിപ്പം നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് 50 വ്യൂസെല്ലാം കിട്ടുന്ന എനിക്ക് ഉറപ്പില്ല. കാരണം നമുക്ക് നന്നായിട്ട് വ്യൂസ് കുറയുന്നുണ്ടായിരുന്നു. സോ മാക്സിമം എന്തായാലും വീഡിയോ നോക്കുന്നതായിരിക്കും ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഓൾറെഡി 7 ഡ്രാഫ്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ 3 ഡ്രാഫ്റ്റേ വാങ്ങുന്നുള്ളൂ. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മീൻസ് നമ്മൾ ഡ്രാഫ്റ്റ് വന്നേ പിന്നെ പാക്ക് ഓപ്പണിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നോക്കാം എന്തായാലും കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. കഴിഞ്ഞ വീക്ക് എന്തായാലും ആരെയും അങ്ങനെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ പാക്ക് ഓപ്പണിംഗ് ആയിരുന്നു കേസ് നമുക്ക് വീഡിയോക്ക് കുറച്ചുകൂടി ലെങ്ത് ആക്കായിരുന്നു. പക്ഷേ ഇത് ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഒരുമിച്ച് 10 എണ്ണേ ഇറക്കുള്ളൂ. എന്നാലേ നല്ലൊരു പ്ലെയറിനെങ്കിലും കിട്ടുള്ളൂ കേസ്. സോ നമുക്ക് ലെങ്ത്ത് കുറവായിരിക്കും വീഡിയോയ്ക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. അത്യാവശ്യം നല്ല ഹൈ ആയിട്ടുണ്ട്. അർജൻറ്റീനയാണ് സ്ട്രൈക്കർ. അൽവാരസ് ആണെന്ന് തോന്നുന്നു കേസ്. 115 ആണെന്ന് തോന്നുന്നു. 115 അൽവാരസ് ആണ് കേസ്. നമുക്ക് തീരെ ലക്കില്ല. ആ ടോട്ടിൻ്റെ സമയത്തൊന്നും മര്യാദയ്ക്ക് കളിച്ചിട്ടുണ്ടായിരുന്നില്ല കേസ്. കളിച്ചായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയേനെ. ഒരു പിർലോൻ്റെ ഒരു കാർഡ് കിട്ടിയിരുന്നു കേസ് ഫസ്റ്റ് വീക്കിൽ. സോ ഈ നമ്മൾ കഴിഞ്ഞ വീക്കത്തെ ലക്ക് കൂടി കാണിച്ചു തരാം. 50 ജെം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഫുള്ള് കേസ് നമ്മൾ ഡ്രാഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം കുറച്ച് പ്ലേസിന് കിട്ടിയിട്ടുണ്ടായിരുന്നേ. സോ ഇനിയിപ്പം നമ്മൾ കുറേ ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ വ്യൂസ് നല്ല രീതിക്ക് കുറേയെന്ന് ഉറപ്പാണ്. ഈ വീഡിയോയ്ക്ക് തന്നെ ഒരു 50 വ്യൂസ് കിട്ടിയാലായി. ഓക്കെ, നിങ്ങളെന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് എന്ത് കണ്ടൻറ്റാണ് ഇടേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് കോഡ് റിവ്യൂ ആണോ വേണ്ടത്, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിമിലോട്ട് നമ്മൾ മൂവ് ചെയ്യണോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ 10 ഡ്രാഫ്റ്റ് വെച്ചാണ് ഈ എപ്പോഴും കറക്കുന്നത്. എനിക്ക് തോന്നുന്നു ടോട്ടിൻ്റെ സമയത്ത് നമ്മൾ അത്യാവശ്യം നല്ലോണം കറക്കിയിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരു 2 വീക്കിലോ മറ്റോ 2 വീക്കിലോണോ 3 വീക്കിലോ മറ്റോ ജസ്റ്റ് നമ്മൾ 10 ഡ്രാഫ്റ്റ് വെച്ച് കറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ എക്സാം സംഭവമൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. നമ്മളിനിയിപ്പോൾ എന്തായാലും മാക്സിമം വീഡിയോ ഇടാൻ നോക്കുന്നതായിരിക്കും. ഡ്രാഫ്റ്റിൻ്റെ ഓപ്പണിംഗ് വീഡിയോയും അതുപോലെ തന്നെ ഇനിയിപ്പം നമ്മുടെ ഹെഡ് അടിഞ്ഞ വീഡിയോ വേണമെങ്കിൽ കേസ് നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക. നമുക്ക് മാക്സിമം നോക്കുന്നതായിരിക്കും. ഇത് അത്യാവശ്യം നല്ല അപ്പായപ്പം കേസ് ഞാൻ വിചാരിച്ചു നല്ല ഏതെങ്കിലും പ്ലെയർ കിട്ടുമെന്നാണ്. ഓക്കെ, സ്പെയിന് ലെഫ്റ്റ് ബാക്ക് ബാൾഡേ ആണ് കേസ്. ഓക്കെ, 115 ബാൾഡേ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പുള്ളിയെ ഞാൻ ടീമിൽ ഇട്ടിട്ടുണ്ട്. പുള്ളി അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഫുള്ള് റാങ്ക് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് തന്നെ കളിക്കുന്നുണ്ട് കേസ് ബാൾഡേൻ്റെ കാർഡ് കേസ്. പിന്നെ ബാക്കിയുള്ള കുറച്ചുകൂടി ജമ്പ് റെഡിയാക്കിയിട്ട് കേസ് നമ്മൾ ഒരു 10 ഡ്രാഫ്റ്റ് കൂടി കറക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ തീരെ ലക്കില്ല കേസ്. കാര്യം പറയില്ല, ഈ ഡ്രാഫ്റ്റ് സിസ്റ്റം പോകുന്നൊക്കെയാണ് പറയുന്നത്. അറിഞ്ഞൂടാ, പോയാൽ മതിയായിരുന്നു കേസ്. പണ്ടത്തെ പോലെ ഷാർഡായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ എളുപ്പമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏതാണ്, ഈ ഷാർഡാണോ ഇല്ലെങ്കിൽ ഈ ഡ്രാഫ്റ്റാണോ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ കേസ്, നിങ്ങൾ ഇപ്പോഴത്തെ OBR കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേസ്. ഓക്കെ, ഹസാർഡിനെ കാർഡൊക്കെ കിട്ടിയെങ്കിൽ സെറ്റായേനെ. എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ഹസാർഡിനെ കാർഡുണ്ട്. പക്ഷേ അത് പണ്ടത്തെ കാർഡാണ് കേസ്. 113 കാർഡ് 118 വെച്ചിരിക്കുന്നതാണ്. ഒരു ലെഫ്റ്റ് വിങ് വേണം ഇപ്പോൾ കറൻലി. പിന്നെ ഒരു ഗോൾ കീപ്പർ ആണ്. സ്റ്റോണർമാർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇതിൽ 112 കാർഡാണ് കേസ്. അത് ലുക്മാനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് 115. നമ്മൾ കറക്കിയപ്പോൾ ഒക്കെ നമുക്ക് എന്തായാലും 115 കിട്ടിയിട്ടുള്ളത്. അത് നല്ല ഡബിൾ തന്നെയാണ് കേസ്.